നമസ്കാരം, ഞാൻ ഡോക്ടർ നവീൻ. ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാവുന്ന ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു കാര്യമെന്ന് പറയുന്നത് സൈക്യാട്രി ഇൻ ആയുർവേദ. ആയുർവേദത്തിൽ മാനസിക ആരോഗ്യത്തിന് അല്ലെങ്കിൽ മനോരോഗ ചികിത്സയുടെ പ്രാധാന്യം എന്തെന്നുള്ളതാണ്. നമുക്ക് പല സ്റ്റേജസ് ഓഫ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസാണ് ഇന്നത്തെ തലമുറ അഭിമുഖീകരിക്കുന്നത്. സ്കൂൾ തലം, കോളേജ് തലം, പ്രൊഫഷണൽ തലം, വ്യക്തി ഇൻഡിവിജ്വൽ തലം, ഇത്രയും തലങ്ങളിൽ ഇന്ന് ഒരുപാട് മാനസിക രോഗങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക, മാനസിക രോഗങ്ങളെന്ന് പറയുമ്പോൾ ഭ്രാന്ത് എന്ന് നിങ്ങൾ അതിനെ കാറ്റഗറി ചെയ്യരുത്. എല്ലാവർക്കും മെൻ്റൽ ഒരു ഇൻസ്റ്റെബിലിറ്റിയുടെ അവസ്ഥയുണ്ട്. ഏത് വ്യക്തിക്ക് നമുക്ക് മനസ്സിൻ്റെ ഒരു എന്താ പറയുക ചാഞ്ചാട്ടം എന്ന് പറയില്ലേ. നമ്മൾ ചിലപ്പോൾ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ വരുമ്പോൾ നമ്മൾ ഇത് ചെയ്യണോ വേണ്ടയോ, നമുക്കൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന ആ ഒരു ഡിലെമ വരെ നമുക്ക് എന്താ പറയുക, നമ്മുടെ മെൻ്റലി നമ്മൾ വീക്കാണോ അല്ലെങ്കിൽ സ്ട്രോങ് ആണോ എന്ന് നിർണ്ണയിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ കുട്ടികളിൽ ADHD അതുപോലെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ വാശി, പിന്നെ നിങ്ങൾക്കറിയാം, എൻ്റെ കുട്ടിക്ക് ഭയങ്കര വാശിയാണ്. എൻ്റെ കുട്ടിക്ക് അത് പറ്റില്ല, എൻ്റെ കുട്ടിക്ക് ഇത് പറ്റില്ല, എൻ്റെ കുട്ടികൾക്ക് അതാണുള്ളത്, ഇതാണുള്ളത്, ഇത് പറ്റുന്നില്ല. ചില കുട്ടികൾക്ക് അമിതമായ ദേഷ്യമുണ്ട്, അവനത് വലിച്ചെറിയുന്നു, ഇവളിത് വലിച്ചെറിയുന്നു, അവൻ അച്ഛനെ പറഞ്ഞാൽ കേൾക്കില്ല, അമ്മ പറഞ്ഞാൽ കേൾക്കില്ല, അല്ലെങ്കിൽ അവൻ മറ്റുള്ളവർ പറഞ്ഞാൽ കേൾക്കില്ല, അവൻ ഇങ്ങനെ ചില കാര്യങ്ങൾ ഭയങ്കര പിടിവാശിയാണ്. ഇതെല്ലാം തന്നെ അവരുടെ സ്വഭാവ രൂപീകരണത്തിലെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു പ്രോസസ്സിലുള്ള പോരായ്മകളോ പാളിച്ചകളാണ് ഇതിനെ കൊണ്ടുവരുന്നത്. ഇതിനെ കൃത്യമായ രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്തില്ലെങ്കിൽ നമുക്കത് നാളെ ഒരു വലിയ പ്രശ്നമായിട്ട് വരുന്നുണ്ട്. ഞാനത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഒരു അലാമിംഗ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഇന്ന് മലയാളികളുടെ ഇടയിൽ വരുന്നുണ്ട്. വലിയൊരു ഇഷ്യൂ ഉണ്ട്, ഒരു സാമൂഹിക പ്രശ്നം വരുന്നുണ്ട്. അത് ഒരു കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകൾ, ഈ ഡിവോഴ്സ് പോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്നിപ്പോൾ കൂടി വരികയാണ്. അതിനുള്ള അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ബാല്യത്തിലേ തുടങ്ങുന്നതാണ്. നമ്മളെ ചൈൽഡ്ഹുഡ് ട്രോമാസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് സ്വഭാവ വിശേഷങ്ങളായിരിക്കും. നമ്മൾ എങ്ങനെയാണോ ഒരു സാധനം നട്ടു വളരുന്നത്, അതുപോലെ നമ്മളുടെ കൂടെ അതും വളരും. എൻ്റെ ഉള്ളിലൊരു ഈഗോ ചെറുപ്പത്തിലുണ്ടെങ്കിൽ ഞാൻ വളരുന്നതനുസരിച്ച് ആ ഈഗോ വളർന്ന് കൊണ്ടുവരും. അൺലെസ് നമ്മൾ ആ ചെറുപ്പത്തിൽ അതിനെ വെട്ടിമാറ്റിയില്ലെങ്കിൽ നമ്മളുടെ ഒപ്പം തന്നെ അത് വളർന്ന് പന്തിലിച്ച് അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് മാറും. ഒരു എൻ്റെ കൂടെയുള്ള ഒരാൾ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സ്വഭാവം എനിക്ക് ചെറുപ്പത്തിലേ ഉണ്ട് എന്ന് നമ്മൾ നോട്ട് ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് അപ്പോൾ കൗൺസിൽ ചെയ്ത് അപ്പം മാറ്റി കഴിഞ്ഞാൽ പിന്നെ അവൻ സമൂഹത്തിന് നല്ലൊരു വ്യക്തിയായിട്ട്, കുടുംബത്തിന് നല്ലൊരു വ്യക്തിയായിട്ട്, നമ്മുടെ സൗഹൃദങ്ങൾക്ക് നല്ലൊരു മനുഷ്യനായിട്ട് വരും. ഇനി അതല്ല, അവനെ ഈ സ്വഭാവം കണ്ടിട്ടും തിരുത്താൻ നമുക്ക് സാധിച്ചില്ല, നമുക്ക് വേറെ രീതിയിലാണ് പോകണമെങ്കിൽ എന്ത് പറ്റുക, അവൻ്റെ കൂടെ തന്നെ അതും വളർന്ന് അവൻ കുടുംബത്തിന് ബാധ്യതയാവാം, സമൂഹത്തിന് ബാധ്യതയാവാം, മറ്റെല്ലാ കാര്യങ്ങൾക്കും ബാധ്യതയാവാം. അപ്പോൾ അത് വ്യക്തിയുടെ സ്വഭാവം സമൂഹത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം കുട്ടികൾ ലാപ്ടോപ്പ്, മൊബൈൽസ്, അങ്ങനെ ഇൻ്റർനെറ്റ് ലോകം, അങ്ങനെ അവർക്ക് എക്സ്പോഷർ കൂടുതലാണ്. അവർ കണ്ട് മനസ്സിലാക്കി അറിയുന്നത് എല്ലാം തന്നെ ഇങ്ങനെ ഒരു അൺനോൺ ആയിട്ടുള്ള സോഴ്സസ്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ അറിയുന്ന നമ്മുടെ നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു. പുസ്തകം വായിച്ചുകൊണ്ട് അല്ലെങ്കിൽ നല്ല സൗഹൃദങ്ങൾ വഴിയോ നല്ല ബന്ധുക്കൾ വഴിയൊക്കെയാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് സൗഹൃദങ്ങൾ കുറവാണ്, സൗഹൃദങ്ങൾ കൂടുതലുണ്ട്. ഫേസ്ബുക്കിൽ നമുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയകളിൽ നമുക്ക് 1000കണക്കിനോ 10000കണക്കിനോ വ്യക്തിബന്ധങ്ങളോ ഫോളോവേഴ്സോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവാം. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ അറിയുന്ന മനസ്സിലാക്കുന്ന എത്ര സൗഹൃദങ്ങളുണ്ട്? വളരെ കുറച്ചായിരിക്കുള്ളൂ. പണ്ടത്തെ കാലഘട്ടത്തിൽ ഇറങ്ങിയല്ല. പണ്ടത്തെ കാലഘട്ടത്തിൽ വ്യക്തിക്ക് 50 പേരോടാണ് സൗഹൃദം ഉണ്ടെങ്കിൽ ആ 50 പേരും ഇയാളുടെ കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കും. ഞാനൊരു സാമൂഹിക ബന്ധങ്ങളുടെ കാലഘട്ടങ്ങൾക്കനുസരിച്ചുള്ള മാറ്റമാണ് പറയണത്. അപ്പോൾ ഈ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഈ മാറ്റങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ്റെ മാനസിക തലങ്ങളിലും മാറ്റം ഉണ്ടാകുന്നുണ്ട്. അതാണ് ഈ ചെറുപ്പകാലങ്ങളിലുള്ള പ്രശ്നം ഉണ്ടാകുന്നത്. ഇനി അത് ചെറുപ്പത്തിൽ നിന്ന് മാറി നമ്മളൊരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു വലുതായി കഴിഞ്ഞാൽ ടീനേജേഴ്സിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, അവൻ മുതിർന്നവനാണോ എന്ന് ചോദിച്ചാൽ ടീനേജേഴ്സ് ഒരിക്കലും മുതിർന്ന വ്യക്തിയല്ല. അവൻ കുട്ടിയാണോ എന്ന് വെച്ചാൽ അവൻ്റെ ഗതികരണം അവൻ കുട്ടിയല്ല. ഒരേ സമയം കുട്ടിയല്ലാത്ത അവസ്ഥയും ഒരേ സമയം മുതിർന്ന ആളല്ലാത്ത അവസ്ഥയാണ് ഈ ടീനേജ് എന്ന് പറയുക. ഈ ടീനേജേഴ്സിന് അവർ ഉൾക്കൊള്ളുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ അവിടെ വെച്ച് പരിഹരിച്ചില്ലെങ്കിൽ അത് അവിടെ കിടന്ന് വളർന്ന് വേറെ വലിയ പ്രശ്നങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഭാവിയിൽ അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക്, ഗുരുതരമായ സാമൂഹിക പ്രശ്നങ്ങൾക്ക് ഇടവരുത്താം, പ്രത്യേകിച്ചും ഫാമിലി ലൈഫിൽ, കുടുംബജീവിതത്തിൽ. അതുപോലെ തന്നെ ഒരു വ്യക്തി അതിനുശേഷം വരുന്ന അവൻ്റെ പഠന കാലഘട്ടം, പ്രൊഫഷണൽ ലൈഫ്, ഇതെല്ലാം ഈ പറഞ്ഞ കുട്ടിക്കാലത്തെ റിഫ്ലക്ഷൻസ് ആയിരിക്കും ബാധിച്ചുകൊണ്ടിരുന്നത്. ഇതെല്ലാം അതിൻ്റെ വേറെ ആംഗിളിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനെ കണ്ടെത്തുക എന്നുള്ളത് ഇപ്പോൾ ഇതിലെ ഏറ്റവും വലിയ ഒരു ടാസ്ക്കാണ്. അപ്പോൾ ഒരുപാട് കുട്ടികളെ നമ്മളെടുത്ത് കൊണ്ടുവരും. സ്കൂൾ കുട്ടികളെയാണ് പ്രത്യേകിച്ച് കൊണ്ടുവരിക. അവർ പറയും, എൻ്റെ മകൻ മൊബൈൽ അഡിക്ഷനാണ്,
അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളിൽ ഇങ്ങനെ പെരുമാറുന്നുണ്ട്. അപ്പം നമ്മൾ ആ കുട്ടിയോട് സംസാരിക്കുക. എനിക്ക് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഇഷ്ടം കുട്ടികളോടാണ്, മുതിർന്നവരെക്കാൾ കൂടുതൽ. കാരണം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമാണ്, മുതിർന്നവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഏറ്റവും പാട്. കാരണം മുതിർന്നവർ അത്രയും വർഷത്തെ ഒരു 20 വയസ്സ് 25 വയസ്സുള്ള ഒരാളാണെങ്കിൽ ആ വ്യക്തി അതുവരെ സ്വാംശീകരിച്ചിരിക്കുന്ന അറിവ് ശരിയാണെന്ന് അവൻ ബലം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അറിയുന്നത് തെറ്റായ സോഷ്യൽ നിന്നാണെങ്കിൽ മോനെ അതല്ല എന്ന് പറഞ്ഞ് തിരുത്തി നല്ലൊരു വസ്തു കാണിച്ചു കൊടുത്താൽ അവൻ തിരിഞ്ഞു വരും. അവനത് ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട്. അപ്പം അതുകൊണ്ട് അവൻ്റെ മനസ്സ് ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഒരു സംഭവത്തെ പറിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളിൽ നിന്നാണെങ്കിൽ അത് പറിച്ചറിയാൻ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ഈ കുട്ടികളെ കൂടുതൽ ഇഷ്ടം എന്ന് പറയും. അപ്പോൾ കുട്ടികളെ എനിക്ക് മിക്കവാറും വരുന്ന കുട്ടികളോട് സംസാരിച്ച് അവരോട് ഞാൻ സംസാരിക്കാൻ സമയം കണ്ടെത്താറുണ്ട്. ഒരു 1 hour അല്ലെങ്കിൽ 2 hour, മോർ ദാൻ 2 hour എപ്പോഴും സമയം കണ്ടെത്തും. ഈ കുട്ടികളോട് സംസാരിച്ച് വർത്തമാനം പറയും. അപ്പോൾ സംസാരിക്കുമ്പോൾ ആ കുട്ടികൾ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഇന്നതാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് നിന്ന് ഇന്നാണ് പ്രതീക്ഷിക്കുന്നത്, അപ്പോൾ എനിക്ക് ഇന്നാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ കിട്ടുന്നില്ല. ചില കാര്യങ്ങളൊക്കെ പറയാം, നമുക്ക് തന്നെ നമ്മൾ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ കുട്ടികളിലെ അവസ്ഥ, സമൂഹത്തിലെ ലഹരി ഒരു ഭയങ്കരമായിട്ട് പിടിമുറുക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവരങ്ങനെ കടിമപ്പെട്ട് പോണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു തലങ്ങളുണ്ട്. സമൂഹത്തിൽ എന്തുകൊണ്ടാണ് ലഹരി പിടിമുറുക്കുന്നത് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക ആരോഗ്യത്തിൻ്റെ തലങ്ങളുണ്ട്. ലഹരി ജീവിതമാക്കുകയല്ല ചെയ്യുക, ജീവിതം ലഹരിയാക്കുകയാണ് ചെയ്യേണ്ടത്. ലൈഫിൽ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലഹരി. അല്ലാതെ അത് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ നമ്മുടെ കുട്ടികൾ ഒരിക്കലും വഴിതെറ്റിപ്പോവില്ല. ഒരിക്കലും ഒരു കുട്ടിയും വഴിതെറ്റിപ്പോവില്ല. നമ്മൾ പണ്ട് ഒരു പ്രയോഗമുണ്ട്, എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്, വെട്ടി വളർത്തിയ തേക്കും തല്ലി വളർത്തിയ മകനും നശിച്ചു പോയ ചരിത്രമല്ല. ഞാൻ കുട്ടികളെ തല്ലണം എന്നൊരു അഭിപ്രായക്കാരനല്ല കേട്ടോ. കുട്ടികളെ ശിക്ഷിക്കണം, ശാസിക്കണം ആവശ്യത്തിന്, കാരണം അവർക്ക് മനസ്സിലായിക്കൊണ്ട് അവരോട് പറഞ്ഞുകൊണ്ട്. അല്ലാതെ അമിതമായ ശിക്ഷയും അവരെ മാനസിക രോഗികളാക്കാം, അല്ലെങ്കിൽ അവരുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിച്ചേക്കാം. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള എന്ത് കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ബാലൻസ് ആയിട്ട് ചെയ്യുക. ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു നല്ലൊരു സമൂഹത്തെ വാർത്തുകൊണ്ടിരാൻ പറ്റുള്ളൂ. അപ്പോൾ ആയുർവേദത്തിലൊരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്മൃതി, അല്ലെങ്കിൽ സ്മൃതി ധൃതി, അങ്ങനെ ധൃതി എന്നൊക്കെ പറയുന്നുണ്ട്. സ്മൃതി ധൃതി എന്ന് പറയും. ധൃതി സ്മൃതി, ഇതിൻ്റെ ഒരു ധീയെ സ്മൃതി ധൃതി, ഇത്രയും കാര്യങ്ങളുടെ ആകത്തുകയാണ് നമ്മളുടെ പ്രജ്ഞ, അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ് എന്നൊക്കെ പറയാം. ഇതിൽ നിന്ന് സംഭവിക്കുന്ന വ്യതിയാനങ്ങളെല്ലാം തന്നെയാണ് നമ്മളുടെ പ്രശ്നങ്ങൾക്കെല്ലാം അടിസ്ഥാനം എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അത് ഞാൻ കൂടുതൽ എലാബറേറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്കതൊരു ഭയങ്കരമായിട്ടുള്ള ടോപ്പിക്കാണ്. അത് ലേമാൻ അല്ലെങ്കിൽ സാധാരണക്കാരനെ സംബന്ധിച്ച് തലയിൽ ഉൾക്കൊള്ളാൻ വെച്ച ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ മാനസിക നിലയെ അല്ലെങ്കിൽ ആരോഗ്യത്തെ നമ്മൾ അളക്കുന്നത്. ഇതിനെ നമ്മൾ അളന്നുകൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും വശത്താണ് അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളത് റിപ്പീറ്റഡ് കൗൺസിലിങ്ങിലൂടെ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ അയാളുടെ സ്വഭാവ വൈകല്യത്തിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. മദ്യപാനിയായ ഒരു വ്യക്തിയാണ്, എന്തുകൊണ്ടാണ് അയാൾ മദ്യപിക്കുന്നത്? അല്ലെങ്കിൽ ഒരു ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണ്, എന്തുകൊണ്ടാണ് അയാൾ ലഹരി ഉപയോഗിക്കുന്നത്? പിന്നെ ചില ആളുകൾക്ക് ചില സ്വഭാവ വൈകല്യങ്ങളുണ്ടാവാം, ഈ സ്ത്രീ വിഷയങ്ങളിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് സ്വഭാവ വൈകല്യങ്ങളുണ്ടാവും. എന്തുകൊണ്ടാണ് എന്ന് നമുക്കറിയാൻ പറ്റും. എല്ലാം നമ്മൾ ചെയ്യാൻ പറ്റുന്നതല്ല, എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ അനാറ്റമിക്കലായിട്ടുള്ള എറർ നമുക്ക് കറക്റ്റ് ചെയ്യാമെന്നല്ല പറയണേ. അയാളുടെ സ്വഭാവത്തിലുള്ള വൈകല്യങ്ങളെ നമുക്ക് നേരത്തെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് ശരിക്കും പൂർണ്ണമായിട്ട് തന്നെ നമുക്ക് മാറ്റാനായിട്ട് സാധിച്ചേക്കാം. 100-ൽ 100 പേർക്കും സാധിക്കുമെന്നല്ല, നേരത്തെ തിരിച്ചറിഞ്ഞാൽ നമുക്ക് സ്വഭാവ വൈകല്യങ്ങളെ മാറ്റിയെടുത്ത് നല്ലൊരു തലമുറയെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് ഈ മാനസിക ആരോഗ്യത്തിന് ആയുർവേദമുള്ള ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള വസ്തുത. ഇന്നത്തെ തലമുറയിൽ, ഇന്നത്തെ ജനറേഷനിൽ കുട്ടികൾ അനുഭവിക്കുന്ന, മുതിർന്നവർ അനുഭവിക്കുന്ന ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഈവൻ മാരേജ് കൗൺസിലിങ്ങിന്, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് നമുക്ക് ഒരുപാട് വരുന്നതാണ്. കല്യാണം കഴിച്ചവർ ശേഷം ആളുകൾ വരാറുണ്ട്. അപ്പോൾ എപ്പോഴും കല്യാണം കഴിച്ചവരോട് ഞാൻ പറയണേ, നിങ്ങളെല്ലാ 3 മാസം കൂടുമ്പോൾ വന്ന് കൗൺസിൽ ചെയ്ത് പോകണം പറയും. കാരണം നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു വിട്ടാൽ 3 മാസത്തേക്കുള്ളൂ, അവരുടെ തലയിൽ നിൽക്കുള്ളൂ. പിന്നെ വീണ്ടും ശങ്കരൻ തെങ്ങയിൽ എന്ന് പറഞ്ഞാൽ വീണ്ടും പഴിച്ച് ആവാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ നിങ്ങൾ വന്ന് നമ്മളൊരാളെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. ഒരു വ്യക്തിയെ ബൂസ്റ്റ് ചെയ്ത് ആ ഫാമിലിയെ ബിൽഡപ്പ് ചെയ്യാന്ന് പറയും. ഫാമിലി ബിൽഡിംഗ് അപ്പ്, റിലേഷൻസ് ബിൽഡിംഗ് അപ്പ്. അപ്പോൾ ഇതിനെ നമ്മൾ പല കൗൺസിലിങ്ങിലൂടെ പല സ്റ്റെപ്പിലൂടെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ നമുക്കൊരു മാനസികമായ തലങ്ങളിൽ വളരെ നല്ല രീതിയിൽ തന്നെ ആയുർവേദം കൊണ്ട് റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അത് മാനസികാരോഗ്യം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമായതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക് എടുത്തത്. നന്ദി.